ഹായ് ഗൈസ്, ഹായ്. നമ്മളിപ്പോൾ ഉള്ളത് ആക്ച്വലി ജലാൻ പെത്ലിംഗ് സ്ട്രീറ്റിലാണ്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ ഒന്ന് റൂം എടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജലാൻ പെത്ലിംഗ് സ്ട്രീറ്റിലാണ്. ഈ റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഓയോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഓയോ റൂംസ് നമ്മുടെ ഇന്ത്യൻ കമ്പനിയാണ്. ഈ റൂമിന് ഞങ്ങൾക്ക് ചിലവായത് ഏകദേശം 50 റിംഗിട്ടാണ്. ഏകദേശം ഒരു എന്താ പറയുക, ഏകദേശം ഒരു 600 രൂപ, നാട്ടിലെ 600 രൂപ 700 രൂപ വരുന്നുള്ളൂ. വളരെ ചീപ്പായിട്ടുള്ള ആപ്പാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മലേഷ്യയിൽ റൂം ബുക്ക് ചെയ്യണമെങ്കിൽ ഓയോ റൂംസ് ബുക്ക് ചെയ്യാം. അത് ടൈമിനനുസരിച്ചാണ് റേറ്റ്. നിങ്ങൾ നൈറ്റ് 10 മണിക്ക് ശേഷം ബുക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റേറ്റ് കുറയും. നല്ലൊരു ഓപ്ഷനാണ് ആക്ച്വലി ഓയോ റൂംസ്. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടാണ്, പേര് തമിൽ, ചെന്നൈയിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, ബൈ ബൈ. ഈ ഹോട്ടലാണ് താമസിച്ചിരുന്നത്. സിറ്റി ഹോട്ടലാണ്. കുഴപ്പമില്ല, നല്ല വൃത്തിയുള്ള ഹോട്ടലാണ്. ബഡ്ജറ്റ് ഹോട്ടലാണ്. എന്തായാലും റിലയബിളാണ് ആക്ച്വലി. ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് പെത്തലിംഗ് സ്ട്രീറ്റാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് കേട്ടോ. പക്ഷേ പെത്തലിംഗ് സ്ട്രീറ്റ് ഇപ്പോൾ സമയം 1 മണി, ഇപ്പോൾ ആക്റ്റീവ് ആവില്ല. ഒരു 6 മണിക്ക് ശേഷം വന്നാലേ പെത്തലിംഗ് സ്ട്രീറ്റിലെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാത്തു കേവ്സിലാണ്. ബാത്തു കേവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, മലേഷ്യയിലെ ഏറ്റവും വലിയ മുരുകൻ്റെ അമ്പലമാണ് ബാത്തു കേവ്സ്. അപ്പോൾ നമുക്ക് ഇന്ന് പോയിട്ട് ബാത്തു കേവ്സിലെ കാഴ്ചകൾ കാണാം, അവിടുത്തെ വിശേഷങ്ങൾ അറിയാം. மருதமலை மாமணியே முருகையா, மருதமலை மாமணியே முருகையா, தேவரின் குலம் காக்கும் வேலையா, மருதமலை மாமணியே முருகையா, தேவரின் குலம் காக்கும் வேலையா. ഓക്കെ, ഞങ്ങളിപ്പോൾ ഉള്ളത് ബാത്തു കേവ്സിലാണ്. അപ്പോൾ ഞങ്ങൾ മല കയറാൻ പോവാണ്. അപ്പോൾ മല കയറിയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. മഴവിലിൻ്റെ കളറിലാണ് ഇവിടുത്തെ സ്റ്റെപ്പ് ഉള്ളത്. ഏകദേശം 712 സ്റ്റെപ്പ് നമുക്ക് മേലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മേലെ കയറിയിട്ട് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ മല കയറാൻ പോകണം.
പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ കുരങ്ങുകളെ സൂക്ഷിക്കുക, കയ്യിലുള്ള വാല്യുബിൾ തിങ്സൊക്കെ പിടിച്ച് നടക്കുക, അല്ലെങ്കിൽ കുരങ്ങുകൾ എടുത്തുകൊണ്ട് പോകും. അവന്മാർ നല്ല മിടുക്കന്മാരാണ്, നല്ല ബ്രില്യൻ്റ് ആണ്. കയ്യിൽ എന്തുണ്ടെങ്കിലും അപ്പം തന്നെ പിടിച്ച് വാങ്ങിക്കൊണ്ട് പോകും. കണ്ണട അതുപോലെ തന്നെ ഐറ്റംസ് എല്ലാം സൂക്ഷിച്ചും കണ്ടും ഇവിടെ മേലെ കയറി വരുമ്പോൾ സൂക്ഷിക്കുക, കാരണം ഇഷ്ടംമാതിരി കുരങ്ങുകളുണ്ട് മേലെ. പിന്നെ അതുപോലെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. ഈ വാട്ടർഫോൾസ് ആക്ച്വലി നാച്ചുറൽ അല്ല, ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ കാണാൻ നല്ല ലുക്കാണ്. പക്ഷെ ഇപ്പോൾ അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഹായ് ഹായ്. അപ്പോൾ ഞങ്ങൾ സക്സസ്ഫുള്ളായിട്ട് മല കയറി. മുരുകൻ്റെ ഇനി അവിടെ പോയി കഴിഞ്ഞാൽ 2 ക്ഷേത്രങ്ങൾ കാണാം. സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം അവശതയാവും. അപ്പോൾ പരമാവധി വെള്ളം ബോട്ടിലൊക്കെ കൈ പിടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പോകും. കാരണം അത്ര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ മേലെ കയറി എത്താനായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കൈ പിടിച്ചിട്ട് വരിക, എന്നിട്ട് മേലെ എത്തുമ്പോൾ കുടിക്കാം. അപ്പോൾ ഞങ്ങളിനി അമ്പലത്തിലേക്ക് പോവാം. ഓക്കെ. ഞങ്ങളങ്ങനെ അവസാനം ബാത്തൂക്കിൻ്റെ മേലുള്ള ക്ഷേത്രത്തിലെത്തി. ഇതാണ് മുരുകൻ്റെ അമ്പലം. മുരുകൻ്റെ പുറകിൽ കാണാം, ഈ കാണുന്നതാണ് മുരുകൻ്റെ അമ്പലം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 10 മണിക്ക് നട അടയ്ക്കും. പക്ഷെ നമുക്കിവിടെ കയറി കാണാം. എല്ലാവിധ എന്താ പറയുക പൂജകളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ചെയ്യാം. പിന്നെ ചെരുപ്പ് പൂരണം, ഷർട്ട് പൂരണം, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. പണ്ട് 1980-കളിൽ വേലുത്തമ്പി പിള്ള എന്ന് പറഞ്ഞൊരാളാണ് ഈ അമ്പലം കണ്ടുപിടിച്ചത്. ആക്ച്വലി ഇവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ടെന്നും ഇങ്ങനെ അമ്പലം ഡെവലപ്പ് ചെയ്യാനും കാരണം വേലുത്തമ്പി പിള്ള എന്ന് പറഞ്ഞൊരാളാണ്. ഇപ്പോൾ ഒരു ബാത്തുക്കെ മുരുകൻ ട്രസ്റ്റിൻ്റെ കോളിലാണ് ഈ അമ്പലം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം എന്ന് പറയുന്നത് തൈപ്പൂയാണ്. തൈപ്പൂയത്തിനോട് ഭയങ്കര തിരക്കായിരിക്കും. പല രാജ്യങ്ങളിൽ നിന്നും, ഇന്തോനേഷ്യയിൽ നിന്നും, അതുപോലെ ശ്രീലങ്കയിൽ നിന്നും, മലേഷ്യയിൽ നിന്നും, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരെ ഒരുപാട് ആൾക്കാരോട് വന്നിട്ട് കാണാറുണ്ട്. പക്ഷേ ഒരുപാട് കാവടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും അടിപൊളി സ്ഥലമാണ് ആക്ച്വലി. മലേഷ്യയിൽ വന്ന് എല്ലാവരും ഈ സ്ഥലം കണ്ടു പോലും, അത്ര നല്ല പെർഫെക്റ്റ് ആണ്. ഞാൻ എൻ്റെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കംപ്ലീറ്റ് ലൈം സ്റ്റോൺ ആണ്. നിങ്ങൾക്ക് എൻ്റെ മേലെ കാണാൻ പറ്റും. ഇത് കംപ്ലീറ്റ് ലൈം സ്റ്റോൺ ആണ്. സോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളിലൊരു ഗുഹയുടെ മാതിരി ഒരു ഫീലാണ്. ബട്ട് ഈസ് ആക്ച്വലി നൈസ്. അപ്പോൾ എല്ലാവരും മലേഷ്യയിൽ വരുമ്പോൾ ഇത് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം.
അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി. ഒരു ഹായ് പറഞ്ഞു. ഹായ്. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടുന്ന് ആക്ച്വലി താഴെയുള്ള അമ്പലത്തിൽ എല്ലാ ദിവസവും പൂജയുണ്ട്. ആക്ച്വലി മേലുള്ള അമ്പലത്തിൽ രാവിലെ 11 മണിക്ക് നട അടയ്ക്കും, പിന്നെ വൈകുന്നേരം 4 മണിക്ക് തുറക്കുള്ളൂ. പക്ഷെ താഴെയുള്ള കോവിലിൽ എപ്പോഴും പൂജ ഉണ്ടാവും. താഴെ വള്ളി മണാളനും മേലെ മുരുകനും മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ബട്ട് ആക്ച്വലി ഇറ്റ്സ് വെരി നൈസ് പ്ലേസ്, ഒന്നും പറയാനില്ല. മലേഷ്യയിൽ വരുന്ന എല്ലാവരും വിസിറ്റ് ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും വന്ന് കാണണം. ഇറ്റ്സ് വെരി നൈസ് പ്ലേസ്. എന്താ പറയുക, നിങ്ങൾ ഇവിടെ വന്ന് കണ്ടില്ല നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും. ഈ ഗുഹയെല്ലാം നാച്ചുറലായിട്ടുള്ള ഉണ്ടായിട്ടുള്ളതാണ്. ഇത് കംപ്ലീറ്റ് ലൈം സ്റ്റോണാണ്. നാച്ചുറലായിട്ട് ഇങ്ങനെ ഒരു ഗുഹ എന്ന് പറയുന്നത് യു ക്യാൻ ബിലീവ് ഇറ്റ്. ആ നേരിട്ട് കണ്ട് തന്നെ ആസ്വദിക്കണം അതിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഒക്കെ കാഴ്ചകളിലേക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാണ്. മേലെ നിന്ന് കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ. ഏകദേശം ഒരു 5 അമ്പലമുണ്ട് മേലെ, 5 കോവിലുണ്ട്. അപ്പോൾ 5 അമ്പലം എന്ന് പറയുന്നത് ഓരോരോ പ്രതിഷ്ഠകളാണ്. നമ്മുടെ നല്ല അമ്പലം പോലത്തല്ല ഇവിടെ ഷർട്ടൊന്നും ഊരണ്ട, അതുപോലെ ചെരുപ്പൊന്നും അഴിക്കണ്ട. നിങ്ങൾക്ക് ഉള്ളിൽ കയറി കാണാം. ആകെ ഒരു അമ്പലത്തിന് മാത്രം ചെരുപ്പ് അഴിച്ചാൽ മതി. പിന്നെ വഴിപാടും കാര്യങ്ങളൊക്കെ 1 റിംഗിട്ട് 2 റിംഗിട്ടൊക്കെ അടുത്തുള്ളൂ. എന്തായാലും ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാം. അപ്പോൾ താഴത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, താഴെ എത്തി. അടിപൊളി. ഒരാളെ ഇറങ്ങി പറഞ്ഞില്ലേ കേട്ടാ, ടയർഡായി. ഞാൻ താഴെ എത്തി ഫാസ്റ്റാ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ കാഴ്ചകളാണ്. താഴെ ഒരുപാട് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാണാം. ഓക്കെ, ഞാൻ താഴെ എത്തി. അടിപൊളിയുണ്ട്. ടയർഡൊന്നും ആയില്ല, സൂപ്പർ. അപ്പോൾ നമുക്കിനി അമ്പലങ്ങളിലെ കാഴ്ചകൾ കാണാം. ഒരാളിത് പറഞ്ഞുള്ളൂ ടയർഡായിട്ട്. ഹായ് ഗൈസ്, ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മുരുകൻ പ്രതിമ തന്നെയാണ് കേട്ടോ. അത് പറയാനില്ല, കാരണം ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറ്റി, സ്റ്റെപ്പിൻ്റെ കളറ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഴവില്ലിൻ്റെ കളർമാർ ഒരുപാട് കളേഴ്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ പുതിയതായിട്ട് ബാത്ത് കേവ്സിൽ വരുന്നവർക്ക് വലിയൊരു അട്രാക്ഷൻ ആയിരിക്കും അത്. പിന്നെ മുരുകൻ്റെ പ്രതിമ എന്ന് പറയുന്നത് ഏകദേശം 70 അടി ഹൈറ്റിലാണ് അതുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ മുരുകൻ്റെ പ്രതിമയാണത്, ഏറ്റവും വലിയ മുരുകൻ്റെ സ്റ്റാച്ചു. അതെന്തായാലും ഭയങ്കര അട്രാക്റ്റീവാണ്. ഇറ്റ്സ് വെരി നൈസ്. ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. എന്തായാലും വരുന്നവർ ഈ കാഴ്ചകൾ കാണാണ്ട് മിസ് ചെയ്യരുത്. കാരണം ഏകദേശം കോലലംപൂർ സിറ്റിയിൽ നിന്ന് ആകെ തൊട്ടടുത്താണ് ഇത്. ആകെ 20 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് ബാത്തു കേവിലേക്ക്. ഇങ്ങോട്ട് ട്രെയിൻ സർവീസ് ഉണ്ട്, MRT LRT എല്ലാ സർവീസുകളും ഉണ്ട്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ടാക്സി വിളിച്ച് വരികയാണെങ്കിൽ അധികം പൈസ വരില്ല. ഗ്രാബ് വിളിച്ച് വരികയാണെങ്കിൽ ഏകദേശം ടൗണിൽ നിന്ന് 35 റിങ്കറ്റാണ് വരുന്നത് ഇന്നത്തെ റേറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ വന്ന് കാണാണ്ട് പോകരുത്. കാരണം ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ഡേ ആവുന്നത് സ്പെൻഡ് ചെയ്യണം. അതിലെല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം. എന്നിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ കാഴ്ചകൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ബാത്തൂകേ പോയി. കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ? നിങ്ങൾ ഞങ്ങളുടെ കൂടെ കാഴ്ചകളൊക്കെ കണ്ടെന്ന് വിചാരിക്കണേ. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറക്കരുത്. സ്റ്റേ ട്യൂൺ വിത്ത് ട്രാവൽ വിത്ത് ഗോബ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.